Good morning everyone. Today we are learn with our chapter chemistry exploring mixtures and their separations second part. Okay. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊളോയിഡ് സസ്പെൻഷൻ ട്രൂ സൊല്യൂഷൻ അതുവരെയുള്ള പാർട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് എ 2 ബീക്കർ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടേക്ക് എ 2 ബീക്കർ. അതിനെന്തുണ്ട്, ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. ദെൻ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ ഞാൻ ഒന്നാമത്തെ ബീക്കറിൽ, അതായത് ഫസ്റ്റ് ബീക്കറിൽ ഒരു 5-6 ക്രിസ്റ്റൽസ് ആഡഡ് ഇൻ ഇറ്റ്, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ദാറ്റ് മീൻസ് KMnO4. ഓക്കെ, KMnO4 എന്ന് പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 5-6 ക്രിസ്റ്റൽസ് ഒന്നാമത്തെ ബീക്കറിലും സെക്കൻഡ് ബീക്കറിൽ ഒരു 12 ക്രിസ്റ്റൽസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഞാൻ എത്രയാണോ സൊല്യൂട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതിലായിരിക്കും എനിക്ക് കോൺസെൻട്രേഷൻ കാണാൻ പറ്റുക, അല്ലേ? അതായത് ഗാഢത കൂടുതൽ കാണാൻ പറ്റുക, കടുപ്പം കൂടുതൽ എവിടെയാണ് കാണുക, ഞാൻ 12 ക്രിസ്റ്റൽ ആഡ് ചെയ്തിട്ടുള്ളതിലാണ്. 5 ക്രിസ്റ്റൽ ആഡ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് വളരെ നേർത്ത സൊല്യൂഷനാണ് കിട്ടുക, അല്ലേ? അപ്പോൾ എന്താണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്, അല്ലേ? ഇപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. സൊല്യൂഷൻ അഥവാ സോൾവെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറാണ്, അല്ലേ? അപ്പോൾ ആ ഒരു വാട്ടറിൽ, ആ ഒരു സോൾവെൻറ്റിൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് അതാണ് നമ്മുടെ കോൺസെൻട്രേഷനെ തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ബീക്കറിൽ ഞാൻ വളരെ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ബീക്കറിൽ, സെക്കൻഡ് ബീക്കറിലാണ് ഞാൻ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതലുണ്ടാവുക? തീർച്ചയായിട്ടും സെക്കൻഡ് ബീക്കറിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ എപ്പോഴും കോൺസെൻട്രേഷനെ എഫക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? കോൺസെൻട്രേഷനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്ര എമൗണ്ട് ആണോ സൊല്യൂട്ട് ഇതിൽ ഡിസോൾവ് ആയിട്ടുള്ളത് അതാണ് കോൺസെൻട്രേഷനെ ബാധിക്കുക, അല്ലേ? അപ്പോൾ എ സൊല്യൂഷൻ വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് കോൾഡ് ഡൈലൂട്ട് സൊല്യൂഷൻ. എ സൊല്യൂഷൻ വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, അല്ലേ? അപ്പോൾ എത്രയാണോ കൂടുതലാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് എന്നും കുറവാണെങ്കിൽ അതിനെ ഡൈലൂട്ട് എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ തന്നിട്ടുണ്ട്, നമ്മുടെ ORS, അല്ലേ? നമുക്ക് ഫെമിലിയർ ആണ്. ഈ ORSൽ എന്താണ്, നമ്മൾ അതിലൊരു മിക്സിങ് ഉണ്ട്, അല്ലേ? ആ മിക്സ് എന്ന് പറഞ്ഞാൽ ഷുഗറും അതേപോലെ സാൾട്ടും ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്കത് എന്തായിട്ട് മാറുള്ളൂ, ഈ ORS ആയിട്ട് കിട്ടുള്ളൂ. അതല്ലാതെ ഗസിൻ ദീസ് പ്രൊപ്പോർഷൻ ഈസ് ഡേഞ്ചറസ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കുറച്ച് ഷുഗർ ആഡ് കൂടുതൽ കൊടുക്കാം, സാൾട്ട് ആഡ് കൂടുതൽ കൊടുത്തതിനാൽ നമുക്ക് ORS ആവില്ല അത്. അപ്പോൾ a solution is defined by its concentration, the exact amount of solute dissolved in a given amount of solvent. That is very important. Okay, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഹൗ ഡു വി എക്സ്പ്രസ് കോൺസെൻട്രേഷൻ? നമ്മൾ എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക? ദാറ്റ് ഈസ് 3 വേ. 3 വേയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്ന് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആൻഡ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഇതാണ് 3 മെത്തേഡ്. ഈ 3 മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേഷനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ടെൽസ് us how many grams of solute are present in 100 grams of solution. അതായത് എത്ര സൊല്യൂട്ട് 100 ഗ്രാമിൽ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. എക്സാമിന് നമുക്ക് ഒരിക്കലും എന്ത് തരില്ല, സൊല്യൂഷൻ തരില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി സൊല്യൂഷൻ എന്താണെന്ന് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് സൊല്യൂഷൻ, അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇവിടെ ഇഫ് 10 gram ഓഫ് സാൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 gram ഓഫ് വാട്ടർ, അല്ലേ? ഇവിടെ 10 ഗ്രാമിന് 90 gram വാട്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വാട്ടർ ആഡഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ എപ്പോഴും വാട്ടർ ആയിരിക്കും സോൾവെൻറ്റ്, അല്ലേ? അപ്പോൾ 90 gram വാട്ടർ എന്ന് പറയുമ്പോൾ 90 gram വാട്ടറാണ് സോൾവെൻറ്റ്, 10 gram സാൾട്ട് എന്ന് പറയുന്നതായിരിക്കും സൊല്യൂട്ട്, അല്ലേ? അപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ 10 ആണ് സൊല്യൂട്ട്. അതേപോലെ തന്നെ ഇവിടെ 90 gram ആണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആര് കിട്ടും?
എനിക്ക് സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് എന്ന് പറയുന്ന സൊല്യൂഷനെ കിട്ടും. സൊല്യൂഷനെ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് ഇക്വേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ എനിക്ക് ഓൾറെഡി അവിടെ സൊല്യൂഷൻ കിട്ടി അല്ലേ. എത്ര ഗ്രാമാണ് സൊല്യൂഷൻ എനിക്ക് അവിടെ കിട്ടി. ഇനി മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, 10, അതായത് മാസ് ഓഫ് ദി സൊല്യൂട്ട് 10, then divided by 10 ഓക്കെ. മാസ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 10 ഡിവൈഡഡ് ബൈ, അതായത് മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ 100 ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100. ഇതാണ് എൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എത്ര വരും, നമ്മുടെ 100 അങ്ങോട്ട് ക്രോസ് ആയി പോകും, ബാക്കിയുള്ളത് 10% അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക, മാസ് ബൈ മാസ് പെർസെൻറ്റേജിൽ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കാണാം. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇവിടെ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഈസ് 10% മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, മാസ് ബൈ മാസ് എന്ന് പറയാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഫുഡ് ലേബിൾസ്, മിൽക്ക് പൗഡർ, സ്പൈസസ്, മിക്സേഴ്സ്, സാൾട്ട് കോണ്ടൻറ്റ്, ഷുഗർ കോണ്ടൻറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ടെൽസ് us how many grams of solute is present in 100 ml സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നിൽ സൊല്യൂട്ടാണ് ഉണ്ടാവുക, ഒന്നിൽ സൊല്യൂഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എക്സാമിന് ഇവിടെ തരും ഈ 5 ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലേ, 100 ml. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് ഗ്ലൂക്കോസ് എന്ന് പറയുന്നതാണ് സൊല്യൂട്ട്. അപ്പോൾ അവിടെ ഓൾറെഡി സൊല്യൂട്ടിനെ നമുക്ക് തന്നിട്ടുണ്ട്, 5 ഗ്രാം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ഗ്രാം സൊല്യൂട്ട് തന്നിട്ടുണ്ട്. ദെൻ പിന്നെ തന്നിട്ടുള്ളത് 100 ml വാട്ടറാണ്, അതും അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അവിടെ സൊല്യൂഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ നമുക്ക് വേറെ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താണ്, സൊല്യൂട്ട് മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ എഴുതാം, 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരിക, ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ആൻസർ വരിക പറഞ്ഞോക്കിയേ, 5%. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുക. സോ ദി കോൺസെൻട്രേഷൻ ഈസ് 5% മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ മാസ് ബൈ വോളിയത്തിൽ കാണാം, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. തേർഡ് മെത്തേഡ് എന്താണ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ആർ ലിക്വിഡ് അല്ലേ. രണ്ട് ലിക്വിഡായിരിക്കും, സൊല്യൂട്ടും ലിക്വിഡായിരിക്കും, സോൾവെൻറ്റും ലിക്വിഡായിരിക്കും. അപ്പോൾ ഒന്നുമില്ല, വോളിയം ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100 സെയിം ആണ്. ഇവിടെ 1 ml ഓഫ് ലിക്വിഡ് പെസ്റ്റിസൈഡ് ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ടു മേക്ക് 100 ml സൊല്യൂഷനാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കറിയാം ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, സൊല്യൂട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഞാനിവിടെ 1 എന്ന് കൊടുത്തു. ദെൻ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്, 100 കൊടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്തായിരിക്കും, സിമ്പിളാണ്, 1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ദാറ്റ് ഈസ് 1%. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മളെല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് സൊല്യൂബിലിറ്റി ആണ്. എന്താണ് സൊല്യൂബിലിറ്റി? സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദ സൊല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് ഞാനൊരു ഒരു ഈക്വൽ എമൗണ്ട് ഒരു 100 ml വാട്ടർ എടുത്തു, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ആവുന്നുണ്ട്. അതാണ് അതിൻ്റെ സൊല്യൂബിലിറ്റി. ദ സൊല്യൂബിലിറ്റി ആസ് എ സബ്സ്റ്റൻസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് വാട്ടർ. അതായത് ആ ഒരു ടെമ്പറേച്ചറിൽ ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് വാട്ടറിൽ എത്രയാണോ
സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നത്, ഇത്രയാണോ ആ ഒരു സൊല്യൂട്ട് സബ്സ്റ്റൻസ് ഡിസോൾവ് ആകുന്നത്, അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സൊല്യൂബിലിറ്റി കൂടും എപ്പോഴാണ്? ടെമ്പറേച്ചർ ഇൻക്രീസസ്, സൊല്യൂബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കൂട്ടാൻ പറ്റും? നമുക്ക് സൊല്യൂട്ട് ചിലപ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എന്ത് ഡിസോൾവ് ആക്കാൻ പറ്റും അല്ലേ? അപ്പോൾ സൊല്യൂബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൊല്യൂബിലിറ്റി, ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യും, അതേപോലെ നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ കെമിസ്ട്രിയിൽ ഒരുപാട് സാൾട്ടുകളുണ്ട്. NaC എന്ന് പറയുന്ന ഒരു സാൾട്ട് ഡിസോൾവ് ആകുന്ന അതേ എമൗണ്ടിലായിരിക്കില്ല വേറൊരു സാൾട്ട് ഡിസോൾവ് ആകുക അല്ലേ? അപ്പോൾ നേച്ചർ ഓഫ് ദി സൊല്യൂട്ടും അതേപോലെ ടെമ്പറേച്ചറും എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നുള്ളതും മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ പിന്നെ പഠിച്ചിട്ടുള്ളത് സൊല്യൂഷനെ പറ്റിയിട്ടാണ്. സൊല്യൂഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 3: സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ദെൻ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ? എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സിമ്പിളാണ്. എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിങ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. അതായത് ഞാനൊരു ഗ്ലാസ് വാട്ടർ എടുത്തു, ആ വാട്ടറിൽ ഞാൻ കുറച്ച് എമൗണ്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്? സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗിവൺ ആൻ എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു ബീക്കർ എടുത്തിട്ടുണ്ട്, ഒരു ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സാൾട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 6 സ്പൂണ് സാൾട്ട് ഓൾറെഡി ഇതിൽ ഡിസോൾവ് ആയി. ഞാൻ 7th സ്പൂണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് ആ ഒരു സാൾട്ട് ഇവിടെ ഡിസോൾവ് ആകാതെ താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? ദാറ്റ് മീൻസ് അതിൽ ഡിസോൾവ് ആവില്ല, ബിക്കോസ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഓൾറെഡി ഡിസോൾവ്ഡ് ഇൻ സെക്കൻഡ് ബീക്കർ. ബട്ട് സെക്കൻഡ് ബീക്കർ മീൻസ് സെക്കൻഡിൽ ഞാൻ ആഡ് ചെയ്ത അതേ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അവിടെ പിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, സെക്കൻഡ് എന്നുള്ളത്. ഈ സെക്കൻഡ് പിക്കിൽ കാണിക്കുന്നത് പോലെ ഞാൻ ആ ഗ്ലാസ്സിൽ മാക്സിമം 6 സ്പൂൺ ആഡ് ചെയ്തപ്പോൾ അതിൽ ഡിസോൾവ് ആയി. പക്ഷേ 7ാമത്തെ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത സമയത്ത് അതിങ്ങനെ അലിയാതെ കിടക്കുകയാണ്. ദാറ്റ് മീൻസ് മാക്സിമം 6 സ്പൂൺ മാത്രമേ ഇതിൽ എന്തായിട്ടുള്ളൂ? ഡിസോൾവ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 7ാമത്തെ സ്പൂൺ ആഡ് ചെയ്തപ്പോൾ അത് ഡിസോൾവ് ആവാതെ കിടക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, എമൗണ്ട് ഓഫ് വാട്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക അല്ലേ? നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ ഫുഡ് അല്ലേ, നമുക്കൊരു ഫുഡിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. അത് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. മാക്സിമമായി എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല, ആ ഒരർത്ഥം. ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സാച്ചുറേറ്റഡ് ആകുന്നത് വരെ എന്താ ചെയ്യുന്നുണ്ടിരുന്നത്? അതിൽ ഇങ്ങനെ സാൾട്ടിനെ ലയിപ്പിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ? അതായത് ഇങ്ങനെ ഞാൻ സാൾട്ടിനെ 1 സ്പൂണ് അല്ലേ, സെക്കൻഡ് 2 സ്പൂണ്, 3 സ്പൂണ്, 4 സ്പൂൺ, ഇങ്ങനെ 6 സ്പൂണോളം ഞാൻ ലയിപ്പിച്ചു. 7 ആകുമ്പോഴാണ് എനിക്ക് എന്തായത്? ലയിക്കാതെ വന്നത്. അതാണ് സാച്ചുറേറ്റഡ് എന്ന് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ 6 സ്പൂൺ ഇതിൽ ലയിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ ഞാൻ ഇതുവരെ ആഡ് ചെയ്ത സമയത്ത്. ആ ഒരവസ്ഥയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് സാച്ചുറേറ്റഡ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ. അതായത് 7ാമത്തെ സ്പൂൺ ഇട്ടപ്പോൾ ലയിക്കാതെ വന്നതാണ് സാച്ചുറേറ്റഡ് അല്ലേ? അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്താ? ഇതാണ് അൺസാച്ചുറേറ്റഡ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കപ്പാസിറ്റി ആവുന്നത് വരെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കപ്പാസിറ്റി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫുഡ് സ്റ്റോപ്പ് ചെയ്തു അല്ലേ? അപ്പോൾ ആ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സാച്ചുറേറ്റഡ്. അതുവരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് അൺസാച്ചുറേറ്റഡ്. എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിങ് ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ that required to make the solution saturated. ഓക്കെ, അപ്പോൾ ഇതാണ് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. ഇനി ഇതിൽ വരുന്ന അടുത്ത ആളാണ് സൂപ്പർ സാച്ചുറേറ്റഡ്. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് ആയതിനു ശേഷം ഞാൻ എത്ര തന്നെ സൊല്യൂട്ടിന് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താലും അവരെന്ത് ചെയ്യൂല? ഡിസോൾവ് ആകൂല, ഇതേപോലെ താഴെ കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിനെ ഡിസോൾവ് ആക്കിക്കണം എങ്കിൽ ഞാൻ എന്താ ചെയ്യുക? യെസ്, ഗിവൺ ടെമ്പറേച്ചർ, ഞാനതിന് ടെമ്പറേച്ചർ കൊടുക്കുന്നു. ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഞാൻ മോർ ആൻഡ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. ഞാൻ എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് 8, 9, 10 ഇങ്ങനെ ഇഷ്ടം പോലെ സ്പൂണ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റി.
അപ്പോൾ ആ ഒരു സൊല്യൂഷനെയാണ് എന്ത് വിളിക്കുക, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ റിക്വയർഡ് ടു സാച്ചുറേറ്റഡ് ഇറ്റ്, അല്ലേ? സാച്ചുറേറ്റഡ് ആകുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നതിനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക, അല്ലേ? ഇനി ഇതിപ്പോൾ കൂൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഓൺ കൂളിംഗ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താകും? ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് എത്ര എമൗണ്ട് ആണോ ഞാൻ കൂടുതൽ ഇട്ടത് അത് മുഴുവനും ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ക്ലിയർ? ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് സൊല്യൂഷനെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൊല്യൂബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യുക? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സെപ്പറേഷൻ മെത്തേഡ്സ് ആണ്. ഒരുപാട് സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.